ഹായ് ഗെയ്സ്, എല്ലാവർക്കും നമസ്കാരം. അബീസ് ബസിലെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊക്കെ ഞാൻ പങ്കെടുത്ത ഒരു പരിപാടികളുടെ ഓരോ ട്രെയിനിങ്ങിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റാണ് കേട്ടോ. ഇത് ഞാനൊരു MDPയുടെ ക്ലാസ്സിന് പോയതിൻ്റെ ഒരു എൻ്റർപ്രണേഴ്സിൻ്റെ കോൺക്ലേവ് ഉണ്ടായിരുന്നു. അത് സിഡ്ബി നടത്തിയതാണ്. അതിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജ് വിയ്യൂർ അവരുടെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റാണിത്. അവരുടെ തന്നെ കറി പൗഡർ നിർമ്മാണം ഞാൻ പങ്കെടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഇത് മറ്റൊരു സ്ഥാപനമായ ഗവൺമെൻറ് ഖാദി കമ്മീഷനിൽ ഞാൻ പങ്കെടുത്ത ഒരു സർട്ടിഫിക്കറ്റാണ്. ബേക്കറി ആൻഡ് ഫുഡ് പ്രോസസ്സിങ്. ഇത് ഞാനൊരു കാർണിവലിന് പങ്കെടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റാണ്. മച്ചാട് മാമാങ്കം നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല എല്ലാവരും. പിന്നെ കിഡിൻ്റെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കിഡ് എൻ്റർപ്രണേഴ്സ് ഡെവലപ്മെൻറ്റ്, അതായത് കിഡ്, അവർ കാസർഗോഡ് IRTCയിൽ വെച്ചിട്ട് തേങ്ങയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണതിൻ്റെ ഒരു ട്രെയിനിങ് 6 ദിവസത്തെ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പങ്കെടുത്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണിത്. ഇതും ഖാദിയുടെ ഒരു വെജിറ്റബിൾ, അതായത് അച്ചാർ ഉണ്ടാക്കാനും പിന്നെ സ്ക്വാഷ്, ജാം ഇതെല്ലാം ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണ്. ഇത് ഞാൻ സിഡ്ബി എഞ്ചിനീയറിംഗ് കോളേജ് വിയ്യൂർ ഞാൻ ട്രെയിനിങ് കൊടുത്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണ് കേട്ടോ. അതായത് എൻ്റെ ഈ ഷാംപൂ, സോപ്പ്, അതേപോലെ തന്നെ ഡിറ്റർജൻറ്റ്, ഡിഷ് വാഷ് ഇതിൻ്റെയൊക്കെ മേക്കിംഗ് ക്ലാസ് ഞാൻ അവിടെ കൊടുത്തതിൻ്റെ അവരെനിക്ക് തന്നിട്ടുള്ളതാണ്. കണ്ടില്ലേ, ഈസ് പ്രൗഡ്ലി പ്രസൻറ്റഡ് ബൈ അഭില. പിന്നെ ഇതൊരു സർട്ടിഫിക്കറ്റ് ലിക്വിഡ് പെയിൻറ്റിങ്, ലിക്വിഡ് പെയിൻറ്റിങ്, ഫാബ്രിക് എംബ്രോയ്ഡറി ഒക്കെ ഞാൻ പഠിച്ചതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണ്. ഇത് കിലയിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കിലയിൽ ഞാൻ പങ്കെടുത്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണ് പഠിച്ചേക്കുന്നത്. സോപ്പ്, ഡിറ്റർജൻറ്റ്, ലോഷൻ മേക്കിങ്. അപ്പോൾ ഒരുപാട് ട്രെയിനിങ്ങിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 2004 IRTC പാലക്കാട് മുണ്ടൂർ IRTC എന്നാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ പഠിക്കണത്. അന്നത്തെ സർട്ടിഫിക്കറ്റൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൂടാതെ കൊറാമേറ്റ് എന്നുള്ള പുൽപ്പായ അറിയാം, വാഴനാര് കൊണ്ട് നെയ്ത്തറിയാം. അങ്ങനെ ടൈലറിങ് ഞാൻ പഠിച്ചിട്ടില്ല. എൻ്റെ ഡ്രസ്സെല്ലാം ഞാനാ തയ്ക്കുക. അതുപോലെ ഒട്ടേറെ തൊഴിലുകൾ, ഒരുപാട്, ഒരു 100-ൽ പരം തൊഴിലുകൾ എനിക്കറിയാം. ഞാൻ പഠിച്ചതും പഠിക്കാത്തതും പഠിക്കാതെ സ്വയം ചെയ്തതും അങ്ങനെയൊക്കെ ആയിട്ട് 100-ൽ പരം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ എനിക്കറിയാം. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഞാൻ വീണ്ടും പറയണു, ഒരേ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. 5 പേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ 10 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. 5 പേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. നിങ്ങളും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാണ്ട് ഏറ്റവും ടോപ്പ് ഈ ഒരു ഗിഫ്റ്റ് 1 മന്തിനാണ് കേട്ടോ ഉള്ളത്. 1 മന്ത് കൊണ്ട് നിങ്ങൾ എത്ര പേരേക്ക് ഷെയർ ചെയ്യണം എന്നുള്ളത് പോലെ ഇരിക്കും കാര്യങ്ങൾ. കാരണം നമുക്ക് മലയാളീസിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം നമ്മൾ എഫേർട്ട് എടുക്കാൻ തയ്യാറല്ല. നമുക്ക് ഭയമാണ് എന്തെങ്കിലും തുടങ്ങാൻ തന്നെ. ചിലപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. ഇറങ്ങിയാൽ എന്താവും എന്നുള്ള ഭയം. ഇതെല്ലാം നമ്മൾ മലയാളികളെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഏകദേശം 2019 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത്. ഒരു സോപ്പ് 100 രൂപയിൽ നിന്നാണ് സോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 100 രൂപയാണ് അന്ന് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അന്ന് സോപ്പ് ബേസ് വാങ്ങിയിട്ടാണ് സോപ്പ് ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോൾ അവിടുന്ന് മുതൽ ഞാൻ ഇന്ന് ഏകദേശം 50-ൽ പരം പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഒന്നും എൻ്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് എന്നെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്ത് എന്നെ ഉൾക്കൊണ്ടു. ഇത് സക്സസ് ആക്കണം എന്നുള്ള എൻ്റെ എഫേർട്ട് പുള്ളി അംഗീകരിച്ചു. അതുകൊണ്ട് കൂടെ നിന്നു.
അങ്ങനെ ഒട്ടേറെ എക്സിബിഷനുകൾ പോകാൻ തുടങ്ങി. നൈറ്റിൽ രാത്രി 10 മണിയൊക്കെ ആവും ചില എക്സിബിഷനൊക്കെ പോയിട്ട് വീട്ടിലെത്തുക. അപ്പോൾ നമ്മൾ എഫേർട്ട് എടുക്കാൻ തയ്യാറായാൽ തന്നെയാണ് നമ്മുടെ ബിസിനസ് ഗ്രോത്ത് ആയി വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ബോൺസായി പോലെ എന്നും ഇങ്ങനെ മുരടിച്ച് നിൽക്കും. അപ്പോൾ നിങ്ങളും ബോൺസായി പോലെ മുരടിച്ച് നിൽക്കണവരാണെങ്കിൽ പലവിധ കാരണങ്ങളെ കൊണ്ട് അങ്ങനെ മുരടിച്ച് നിൽക്കാം. ഒന്നുമില്ലെങ്കിൽ നല്ല ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കാരണങ്ങളെ കൊണ്ട്, നല്ല MDP അതായത് നമ്മൾക്ക് കിട്ടാത്ത ഒട്ടേറെ കാരണങ്ങൾ കൊണ്ട്, ട്രെയിനിങ് മാത്രമല്ല അതിന് അനുബന്ധമായ ഒട്ടേറെ കാരണങ്ങളുണ്ട്. MDP എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ട്രെയിനിങ് മാത്രം പറഞ്ഞാൽ പോരാ, പലവിധ കാരണങ്ങളെ കൊണ്ടും നമ്മൾ മടിച്ച് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അത്തരം ആൾക്കാരായ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. ആ ഓപ്പർച്യൂണിറ്റി പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളതിനെ ഉപയോഗപ്പെടുത്തുക. എനിക്കതേ പറയാനുള്ളൂ. നിങ്ങളതിനെ പരമാവധി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാരണം ആരും ഇങ്ങനെ ഫ്രീ ട്രെയിനിങ് കൊടുക്കില്ല. മര്യാദ സംഖ്യ എനിക്ക് തന്നെ ഏകദേശം 1.25 ലക്ഷം രൂപയുടെ അടുക്കായിട്ടുണ്ട് ഇത്തരം ട്രെയിനുകളെല്ലാം അറ്റൻഡ് ചെയ്തിട്ട്. അപ്പോൾ പൈസ ഇല്ലാതിരിക്കണം നിങ്ങൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. പൈസ ഇല്ലാതെ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്. ഓക്കെ, താങ്ക് യു.